ഹലോ, ഇന്നും ഞാനൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ ഓട്സ് കൊണ്ടുള്ള ഒരു സ്മൂത്തി ഷെയർ ചെയ്തിട്ടുണ്ട്. റാഗിയിൽ നിങ്ങൾക്കെല്ലാം അറിയാം, റാഗിയിൽ ഒരുപാട് പോഷകഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. എല്ലാവരും ഒരാഴ്ച ഇതേപോലത്തെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എങ്ങനെയാണ് റാഗി സ്മൂത്തി തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ റാഗി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 2 ആൾക്ക് സെർവ് ചെയ്യാനുള്ളതാണ്. ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ച് ഇത് ഒരു വിസ്ക് വെച്ച് നമുക്ക് നല്ലവണ്ണം കലക്കിയെടുക്കാം. കട്ടകളൊന്നുമില്ലാതെ സ്പൂൺ വെച്ച് കലക്കിയെടുത്താൽ അത്ര ശരിയാവില്ല. വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് കലക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കട്ടകളില്ലാതെ നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന റാഗി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ലോവിലായിരിക്കണം. ഇനി നല്ലവണ്ണം ഇളക്കി നമുക്ക് റാഗിക്ക് കുറച്ച് വേവൊക്കെ ഉള്ളതാണ്. നല്ലവണ്ണം കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് സമയം ഒരു 5-6 മിനിറ്റ് ഇതേപോലെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. അടിക്കൊന്നും പിടിക്കാൻ പാടില്ല. ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സിനമൺ സ്റ്റിക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ട് കുറുകിയ രൂപത്തിലായിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് കുറച്ച് സമയം തണുക്കാൻ അനുവദിക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിക്കഴിഞ്ഞു. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ ഒരു ആപ്പിളാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു 5-6 ബദാം, അതുപോലെ തന്നെ 2-3 കാഷ്യൂ നട്ട്, ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അത് ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് തൊലി കളഞ്ഞെടുത്തതാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഫ്ലാക്സ് സീഡ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ചിയാ സീഡ്സും വെള്ളത്തിൽ കുതിർത്ത് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഷുഗർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. മധുരത്തിന് പകരം സീഡ്ലെസ് ആയിട്ടുള്ള ഡേറ്റ്സ്, ഈത്തപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ആദ്യം ഇതൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ചൂടാക്കി എടുത്തിരിക്കുന്ന റാഗി മിക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സിയിൽ ഇട്ട് സ്മൂത്തായി അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റാഗി സ്മൂത്തി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബദാം വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡ്സിന് പകരം ചിയാ സീഡ്സും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആപ്പിളിന് പകരം പപ്പായയോ പഴമോ എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ഉപയോഗിക്കാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും അതുപോലെ തന്നെ തടി കുറക്കാനും പഞ്ചസാര നമ്മളെ ഭക്ഷണത്തിൽ നിന്ന് മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതേപോലെ സ്മൂത്തി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.